ഒരേ പാർട്ടിയിൽപ്പെട്ട രണ്ട് നേതാക്കന്മാർ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ പൊതുജനങ്ങളായ ഞങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതൊന്ന് കേൾക്കണം. കമ്പനികളുള്ളൂ പ്രധാനമായിട്ട്. ഒന്ന് GE, മറ്റൊന്ന് ഫിലിപ്സ്. ജിയുടെ സ്കാനിങ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു, തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു. SFO ടെക്നോളജീസ്. ആപ്പിൾ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാവും. പക്ഷെ ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ SFO ടെക്നോളജിയുടെ സംവിധാനം വേണം. സാംസങ് ആണ്. അതിപ്പോ കയ്യിലിരിക്കുന്ന മാത്രം പിട്ടാസ് നോക്കിയിട്ട് പറയുന്നത്. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് സംവിധാനം ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പൊ എല്ലാവർക്കും അറിയാം കേരളത്തിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന കമ്പനി, ഏഷ്യയിൽ ഒന്നാമത്തെ കമ്പനി കേരളത്തിലാണ്. ലോകത്തിന്റെ ഒലിയോറസിൻ മാർക്കറ്റിംഗിന്റെ 60% നിർമ്മിക്കുന്ന കമ്പനി കേരളത്തിലാണ്. കമ്പയർ ടു ഇന്ത്യ ഇതൊരു ചെറിയ പഞ്ചായത്താണ് ഈ കേരളം. ഇവിടെ ഒരു ചുക്കും ചുണ്ടാമ്പും ഇല്ല, ഒരു ഹെവി ഇൻഡസ്ട്രി ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല. ഇവിടെ ഇതിന് കാർ ഉൽപ്പാദിക്കണോ കേരളത്തിൽ നിന്ന്? മോട്ടോർ ബൈക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഹെവി മെഷീനറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഒരു ഫാക്ടറി പോലും ഇല്ല ഈ കേരളത്തിൽ ഇത്ര നാളായിട്ട്. ചെറുപ്പക്കാർ പിള്ളേരതല്ലേ പോണത്. എങ്ങനെയെങ്കിലും പാസ്പോർട്ട് വാങ്ങിച്ച് കാലം പിടിച്ച് കാശ് കൊടുത്താൽ മറ്റു പോയി രക്ഷപ്പെടുകയാണ്. നിങ്ങൾ കേരളത്തിൽ ഫാക്ടറി വേണ്ടേ? കേരളത്തിൽ മാനുഫാക്ചറിങ് വേണ്ടേ? അത് വരുത്തേണ്ടത് ഇവരല്ലേ, ഈ ഗവൺമെൻറ്.